നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നിച്ചുകൂടി കുറച്ചേറെ നേരം നമ്മൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിലേറെ സംശയങ്ങൾ നിങ്ങളുടെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഉത്തരം കിട്ടാതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിമൈൻഡർ അയക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിന് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ആ പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കി വിജയിപ്പിച്ചതിന്. നോക്കൂ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പ്രവർത്തിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. എന്നാൽ ആ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എന്ത് വേണമെന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആസൂത്രണം ചെയ്യണം. ഒരു ട്രാജഡി എന്താണെന്നറിയോ? ഒരു അവധിക്കാലം പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിരുന്ന് പ്ലാൻ ചെയ്യാനുള്ള അത്രയും സമയം പോലും പലരും ജീവിതം പ്ലാൻ ചെയ്യാൻ കാണിക്കാറില്ല. തയ്യാറെടുപ്പില്ലാതെ നിങ്ങൾ ഒന്നിനും, നിങ്ങൾക്ക് എന്ത് തുടങ്ങുന്നതിന് മുമ്പും നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുന്നോട്ട് പോകുക തന്നെ. ഒരു 80% ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാവുള്ളൂ. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ നന്നായി എന്ത് ചെയ്യണം? ഒരുങ്ങണം. ഈ തയ്യാറെടുപ്പ് എന്നാൽ ആസൂത്രണവും പരിശീലനവുമാണ്. ഇതിൽ നിന്ന് വേണം നമുക്ക് ആത്മവിശ്വാസം ഉടലെടുക്കാൻ. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ആത്മവിശ്വാസം വേണം. നമുക്ക് നമ്മളിങ്ങനെ മോട്ടിവേഷൻ കേൾക്കുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ആരുടെ ഉപദേശം കേൾക്കുന്നു, അപ്പോൾ ഉണ്ടാകുന്ന സാധനം വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആ വിശ്വാസം വേണം, ആ ദൃഢവിശ്വാസം വേണം, അത് ഉടലെടുക്കണം. അതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ അവരുടെ മേത്ത് തന്നെ എപ്പോഴും എന്ത് ചെയ്യുന്നത്? സമ്മർദ്ദം ചെലുത്തുന്നത്. ഇത് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ്. വിജയത്തെക്കുറിച്ചുള്ള ആശങ്കയല്ല ഈ സമ്മർദ്ദത്തിന് കാരണം, മറിച്ച് ഒരു തിരിച്ചറിവാണ്. പരിശീലനം മോശമാകുമ്പോൾ പ്രകടനവും മോശമാകും. ഒരു തലനാരിഴ വ്യത്യാസമാണ് പലപ്പോഴും നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ആലപ്പുഴ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പുന്നമടയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സ് ആരാണെന്ന് ഞാനിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു, സാറ് കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സിനെ ഇപ്പോഴും തർക്കമുണ്ട്. കാരണം സെക്കൻഡിൻ്റെ മൈക്രോ സെക്കൻഡിൻ്റെ 100% വിജയം പ്രഖ്യാപിച്ചത്. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമല്ല, മൈക്രോ സെക്കൻഡ്സ്. നമ്മൾ ഇമയടച്ച് തുറക്കുന്നതിൻ്റെ 100% സമയവ്യത്യാസത്തിൽ ഒരു വിജയം തീരുമാനിച്ചു. അപ്പോൾ നോക്കിയേ, പലപ്പോഴും നമ്മളൊരു വലിയ മത്സരരംഗത്തേക്കാണ്. നിങ്ങൾ എന്തെങ്കിലും തയ്യാറെടുത്ത് ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്കോ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ എല്ലാവർക്കും അതാവാം എന്ന തരത്തിലുള്ളൊരു സമീപനമല്ല അവിടെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. മനസ്സിലാക്കണം കേട്ടോ. അവിടെ റിസ്ക് ഉണ്ട്, അവിടെ വെല്ലുവിളികളുണ്ട്, അവിടെ നിരന്തരമുള്ള ഫ്രിക്ഷൻസ് ഉണ്ട്, അവിടെയൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ നന്നായി തയ്യാറെടുപ്പുണ്ടെങ്കിൽ ആ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ. നോക്കൂ, ശരാശരിക്കാരനായിരിക്കാൻ എളുപ്പമാണ്, എന്നാൽ മികവുള്ളവനായിരിക്കാൻ അത് ക്ലേശകരമാണ്. ശരാശരിക്കാർ എളുപ്പ വഴി തേടുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. പക്ഷേ ഏത് മേഖലയിലും വിജയിക്കാൻ തയ്യാറെടുപ്പ് ആവശ്യ ഘടകമാണ്. തയ്യാറെടുപ്പ് എന്നാൽ ഒന്ന് ലക്ഷ്യം പ്ലസ് വാല്യൂസ്, മൂല്യബോധം പ്ലസ് ആസൂത്രണം പ്ലസ് പരിശീലനം പ്ലസ് സ്ഥിരോത്സാഹം പ്ലസ് ക്ഷമ പ്ലസ് സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ തയ്യാറെടുപ്പ് പൂർത്തിയാവുക. അപ്പോൾ നോക്കൂ, ഒറ്റ വാക്കിൽ ഒതുക്കാവുന്നൊരു സാധനമല്ല തയ്യാറെടുപ്പെന്ന് പറയുന്നത്. ഇത് ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. പരാജയം ഉണ്ടാവും, പക്ഷേ പരാജയമുണ്ടായാൽ പരാജയത്തെ സഹനശക്തിയോടെ നേരിടുന്നതിനും ഒരിക്കലും പരാജയത്തിന് കീഴടങ്ങാതിരിക്കുന്നതിനും ഈ തയ്യാറെടുപ്പിൻ്റെ പ്രത്യേകത നിങ്ങളെ സഹായിക്കും. തയ്യാറെടുപ്പെന്നാൽ പരാജയബോധത്തിന് അടിമപ്പെടാതെ ജീവിതത്തെ സധൈര്യം നേരിടലാണ്. നിരാശരെങ്കിലും നിരുത്സാഹരാകാതിരിക്കലാണ്. അബദ്ധങ്ങളിൽ നിന്നും പാഠം പഠിക്കേണ്ടതുണ്ട്. അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ്. നോക്കൂ, അബദ്ധം ആവർത്തിക്കുന്നവനാണ് വിഡ്ഢി. അബദ്ധം തിരുത്താതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. അബദ്ധം കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബദ്ധം പറ്റിയാൽ ഉടനെ അങ്ങ് സമ്മതിച്ചേക്കുക. അതേപ്പറ്റി കൂടുതൽ ആലോചിച്ച് വ്യാകുലപ്പെടാതിരിക്കുക.
അതിൽ നിന്ന് പാഠം പഠിക്കുക, അത് ആവർത്തിക്കാതിരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, ഒഴിവ് കഴിവുകൾ പറയാതിരിക്കുക. തയ്യാറെടുപ്പിൻ്റെ അഭാവത്തിൽ നിന്നാണ് മാനസിക സമ്മർദ്ദം, ടെൻഷൻ ഉണ്ടാകുന്നത്. തയ്യാറെടുപ്പിനും പരിശീലനത്തിനും കഠിനാധ്വാനത്തിനും പകരമായി മറ്റൊന്നുമില്ല. വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്താനാവില്ല. നോക്കൂ, തയ്യാറെടുപ്പ് വിജയത്തിന് അനിവാര്യമാണ്. തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, അത് നിങ്ങളെ തളർത്തും. നോക്കൂ, ഈ വെള്ളം എങ്ങനെ ഒഴുകുന്നത് അല്ലേ, അതേപോലെ തന്നെയാണ് വിജയം തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നമുക്കവിടെ അങ്ങോട്ടേക്കൊരു ചാലുണ്ടെങ്കിൽ അങ്ങോട്ട് വിജയം വരും. അപ്പോൾ തയ്യാറെടുപ്പ് കുറഞ്ഞാൽ വിജയവും കുറയും. ലക്ഷ്യബോധം, തയ്യാറെടുപ്പ്, ക്ഷമ, മൂല്യബോധം, നല്ല മനോഭാവം, പ്ലാനിങ്, ആത്മാഭിമാനം, പരിശീലനം, ത്യാഗം, ഇതെല്ലാം സ്ഥിരോത്സാഹത്തിൻ്റെ മറ്റു പേരുകളാണ്. ഈ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കാനായിട്ട്, നിങ്ങൾക്കൊന്ന് സ്വയം വിശകലനം ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയാം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കണം. ഒന്ന്, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടോ? അടുത്തത്, നിങ്ങൾക്കൊരു കർമ്മ പദ്ധതിയുണ്ടോ? തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി എന്തെല്ലാം ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്? ത്യാഗം സഹിക്കാൻ തയ്യാറാണോ? ഉണ്ടെങ്കിൽ എത്രമാത്രം? ഫലം ലഭിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണോ? മികവ് നേടാനായി പരിശീലനം നടത്താൻ നിങ്ങൾ തയ്യാറാണോ? ദൃഢമായ മൂല്യബോധമുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തിയിൽ ആത്മാഭിമാനമുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന ഉറച്ച മനോഭാവമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ക്ലബ്ബുണ്ട്. അത് ക്ലബിൻ്റെ പേര് ഹാപ്പിനെസ് ക്ലബ്ബ് എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ അതൊരു ചിരി ക്ലബ്ബാണെന്ന് തോന്നും. അല്ല, അതൊരു ചിരി ക്ലബ്ബല്ല. ഡെഫിനറ്റ്ലി സന്തോഷത്തിൻ്റെ ക്ലബ്ബാണ്. പക്ഷേ ഈ സന്തോഷം കിടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ എങ്ങനെ പുറത്തെടുക്കാമെന്ന് പരിശീലിക്കുന്ന ഒരു ക്ലബ്ബാണത്. ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾക്ക് കഷ്ടപ്പെടാനും ത്യാഗം സഹിക്കാനൊക്കെ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ? അല്പം ത്യാഗം ഉണ്ടെങ്കിലേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ പ്രോഗ്രാമിൻ്റെ ടൈം ഇത് രാവിലെ 5:30 ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും പ്രഭാതത്തെ സ്വന്തമാക്കിയവരാണ്. എക്സ്ക്യൂസ് പറയുന്നവർക്ക് അല്ല ഈ പ്രോഗ്രാം, മറിച്ച് ജീവിതത്തിൽ ഉയരാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായൊരു പ്രോഗ്രാമാണിത്. എല്ലാ ദിവസവും രാവിലെ 5:30 നമ്മൾ ഒത്തുകൂടും, ഞായറാഴ്ചകൾ ഒഴികെ. എന്നിട്ട് ഈ ദിവസങ്ങളിൽ 1 മണിക്കൂർ സമയം ഗോൾഡൻ അവേഴ്സ് എന്നാണ് വിളിക്കുക. പ്രഭാതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സമയം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവേഴ്സാണ്. ആ ഗോൾഡൻ അവറിൽ കുറേ സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റംസിലൂടെ നിങ്ങൾ കയറി പോകുമ്പോൾ, ഞാൻ അതിനെ പുട്ടുകുറ്റി എന്നാണ് പറയുക. കാരണം ഈ പൊടിയുടെ ഷേപ്പിന് പ്രാധാന്യമില്ല, കുറ്റിയുടെ ഷേപ്പിലാണ് പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല പൊടി, ഏത് പൊടി ആയിക്കോട്ടെ, ഈ കുറ്റിയിലൂടെ കയറി ഇറങ്ങാൻ തയ്യാറായാൽ പുറത്തേക്ക് വരുന്നത് നല്ല പുട്ടായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഈ പ്രശ്നത്തിലൊക്കെ നിങ്ങൾക്ക് കൂടെ നിന്നൊരു സപ്പോർട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം ഈ ഹാപ്പിനെസ് ക്ലബ്ബിൽ ഇതിപ്പോൾ അതിൻ്റെ 13ാമത്തെ ബാച്ചാണ്. ഹാപ്പിനെസ് ക്ലബ്ബിൻ്റെ ഇനാഗുറേഷൻ ഈ കഴിഞ്ഞ 17-ാം തീയതി വൈകിട്ട് നടക്കുകയുണ്ടായി. ഇന്ന് ബുധനാഴ്ചയായി. 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഹാപ്പിനെസ് ക്ലബ്ബിൻ്റെ ആദ്യത്തെ 10 ദിവസം എല്ലാവർക്കും ഫ്രീ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ 3 ദിവസത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ 10 ദിവസത്തെ പ്രോഗ്രാമിനായിട്ട് നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം ചേർന്ന് ഒരൊറ്റ പ്രഭാതത്തിൽ ഒരേപോലെ ശ്രമിക്കുമ്പോൾ, അത് വെറുതെ ക്ലാസ്സുകളല്ല, നല്ല ടിപ്പുകൾ വിത്ത് ആക്ഷൻ പ്ലാനാണ്. ലൈവായിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു ദിവസത്തെ ഡിസൈൻ ചെയ്യുകയാണ്. ഒരു കെട്ടിടമുണ്ടാകുമ്പോൾ ഓരോ ഇഷ്ടികൾ അടുക്കി വെക്കുന്നത് പോലെ കുറേ നല്ല ദിവസങ്ങളാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസത്തെയും ഭംഗിയായിട്ട് അടുക്കി വെക്കാൻ ഹാപ്പിനെസ് ക്ലബ് നിങ്ങളെ സഹായിക്കും. അതിലേക്ക് വരാനുള്ള ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. 7736368686 7736368686. പെട്ടെന്ന് വരിക.
കാരണം ഇനി ക്ലാസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പിക്ക് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന അപ്പം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് മിസ്സായ എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് അവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം 5:30 വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിങ്സ് അവിടെ അവൈലബിൾ ആണ്. ബട്ട് ഇതൊരു പ്രോസസ്സാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് എത്താനുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ടച്ച് ചെയ്യുന്ന നിരവധി ആക്ഷൻ പ്ലാനുകളുള്ള ഒരുപാട് ടെക്നിക്സുകളും ഒരുപാട് ടാക്ടിക്സുകളും ഒക്കെ ഉള്ള അവിടെ എല്ലാം ഉണ്ട്. അവിടെ സ്നേഹമുണ്ട്, അവിടെ എന്താ പറയുക, കൂട്ടായ്മയുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്, ആരുമില്ലാത്തവർക്ക് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സർവീസുകൾ, ഒരുപാട് ചാരിറ്റികൾ, ഒരുപാട് പേരുടെ വിശപ്പടക്കപ്പെടുന്നുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആ ചാനൽ, ആ ക്ലബ്ബ് നിങ്ങളെ സഹായിക്കും. ക്ലബിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഹാപ്പിനെസ് ക്ലബ്ബ്. ദ ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ്. ഉള്ളിലുള്ള സന്തോഷത്തെ പുറത്തെടുക്കാൻ ഈ ക്ലബ്ബ് നിങ്ങളെ സഹായിക്കും. സോ നമ്മളുടെ ബന്ധം കൂടുതൽ ദൃഢമാവട്ടെ, കൂടുതൽ ആഴത്തിലുള്ളതാവട്ടെ. നമുക്കൊരു ചാനലിൻ്റെ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ദൈനംദിനം എന്നും നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഹാപ്പിനെസ് ക്ലബ്ബിലേക്ക് സ്വാഗതം. ഒപ്പം മെൻറ്റർ പ്രേംലാലിനെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.